2002-ലായിരുന്നു സുകന്യയുടെ വിവാഹം. തുടർന്ന് അവർ മുൻ ഭർത്താവായ ആർ. ശ്രീധർ എന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ ഒപ്പം അമേരിക്കയിലെ ന്യൂജേഴ്സിയിലേക്ക് താമസം മാറി. വിവാഹം ചെയ്യുക, സിനിമയിൽ നിന്നും മാറുക, കുടുംബവും കുട്ടികളുമായി തിരക്കേറിയ ജീവിതം നയിക്കുക. ഒരു കാലത്തെ ഒട്ടുമിക്ക ചലച്ചിത്ര നടിമാരുടെയും രീതി ഇതായിരുന്നു. ഒരിക്കൽ വിവാഹത്തോടുകൂടി സിനിമ വിട്ട് വിദേശ രാജ്യത്തേക്ക് ചേക്കേറിയ നടിമാരുടെ കൂട്ടത്തിലായിരുന്നു മലയാളം തമിഴ് നടി സുകന്യ. മലയാളത്തിൽ മമ്മൂട്ടി, മോഹൻലാൽ, ജയറാം, മുകേഷ് തുടങ്ങിയവരുടെ നായികയായി 1990 കാലഘട്ടത്തിൽ അവർ നിറഞ്ഞാടി. ഇതിൽ മോഹൻലാൽ ചിത്രം ചന്ദ്രലേഖയിലെ സുകന്യയുടെ വേഷം പ്രശസ്തമാണ്. നല്ലൊരു നർത്തകി കൂടിയാണ് സുകന്യ. തൂവൽ കൊട്ടാരം എന്ന ചിത്രത്തിനായി സുകന്യ കൊറിയോഗ്രഫി കൂടി കൈകാര്യം ചെയ്തിരുന്നു. സുകന്യ വീണ്ടും വാർത്തകളിൽ നിറഞ്ഞ ദിവസം അടുത്തിടെ കടന്നുപോയിരുന്നു. വീരപ്പനുമായുള്ള നക്കീരൻ ഗോപാലന്റെ അഭിമുഖത്തിൽ അദ്ദേഹം സുകന്യക്കെതിരെ അപകീർത്തിപരമായ ചില പരാമർശങ്ങൾ നടത്തുകയും അക്കാലത്തെ മുൻനിര നായികയായിരുന്ന സുകന്യയുടെ കരിയറിനെ മോശം രീതിയിൽ ബാധിക്കുകയും ചെയ്തിരുന്നു. വളരെ വർഷങ്ങൾക്ക് ശേഷം ആ അഭിമുഖം പ്രക്ഷേപണം ചെയ്ത സൺ ടിവിയോട് സുകന്യയ്ക്ക് നഷ്ടപരിഹാരം നൽകാൻ കോടതി ഉത്തരവായി. 2002-ലായിരുന്നു സുകന്യയുടെ വിവാഹം. ഈ വിവാഹം നടന്നതും വിദേശത്തു വെച്ചാണ്. അതിനുശേഷം അവർ തന്റെ മുൻ ഭർത്താവായ ആർ. ശ്രീധർ എന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ ഒപ്പം അമേരിക്കയിലെ ന്യൂജേഴ്സിയിലേക്ക് താമസം മാറി. ഏപ്രിൽ 12-നായിരുന്നു വിവാഹം. എന്നാൽ വിവാഹത്തിന്റെ 9-ാം മാസം സുകന്യ തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നു. 2003 ജനുവരിയിൽ തിരികെ വന്ന സുകന്യ പിന്നീടൊരിക്കലും അമേരിക്കയിലേക്ക് മടങ്ങിയിട്ടില്ല. പിന്നെ 2 വർഷങ്ങൾ കൂടി കഴിഞ്ഞതും സുകന്യ ചെന്നൈയിലെ കുടുംബ കോടതിയിൽ വിവാഹമോചന ഹർജി സമർപ്പിച്ചു. ഗാർഹിക പീഡനം മുൻനിർത്തിയാണ് സുകന്യ ഹർജി മുന്നോട്ട് വച്ചത്. ചെന്നൈയിലെ കുടുംബ കോടതി 2004 ജൂലൈ മാസത്തിൽ വിവാഹമോചനത്തിന്റെ എക്സ്-പാർട്ടി ഉത്തരവ് പുറപ്പെടുവിച്ചു. കേസിലെ ഒരു ഭാഗം മാത്രം കോടതിയിൽ ഹാജരാകുന്നതാണ് എക്സ്-പാർട്ടി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മറുഭാഗത്തെ അറിയിക്കാതെയോ അവർക്ക് പ്രാതിനിധ്യം നൽകാതെയോ അവരുടെ സാന്നിധ്യമില്ലാതെയോ നടക്കുന്ന നിയമ നടപടിയെ എക്സ്-പാർട്ടി എന്ന് വിളിക്കും. എന്നാൽ ഇതിനെതിരെ ശ്രീധർ രംഗത്തെത്തി. സുകന്യ കോടതിയിൽ നടത്തിയ നീക്കത്തെക്കുറിച്ച് താൻ അറിഞ്ഞിരുന്നില്ല എന്നാണ് ശ്രീധർ പറഞ്ഞത്. അതോടുകൂടി എക്സ്-പാർട്ടി ഉത്തരവ് തള്ളി. തൊട്ടു പിന്നാലെ ശ്രീധർ മദ്രാസ് ഹൈക്കോടതിയിൽ താൻ വിദേശ പൗരനാണെന്നും തന്റെ വിവാഹവുമായി ബന്ധപ്പെടുത്തിയ വിഷയങ്ങൾ ഇന്ത്യൻ നിയമങ്ങൾക്ക് ബാധകമല്ലെന്നുമുള്ള നിലയിൽ മറ്റൊരു ഹർജിയുമായി മുന്നോട്ടുപോയി. നാട്ടിൽ താമസമല്ലാത്ത അമേരിക്കൻ പൗരനായ തന്റെ വിവാഹമോചന ഹർജി ചെന്നൈയിലെ കുടുംബ കോടതിയുടെ അധികാര പരിധിയിൽ വരുന്നില്ല എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ വാദം. ഇവിടേക്ക് മദ്രാസ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെയും ഡിവിഷൻ ബെഞ്ചിന്റെയും ഉത്തരവ് സുകന്യയ്ക്ക് അനുകൂലമായി. സുകന്യ താമസിക്കുന്ന സ്ഥലത്ത് അവർ ഹർജി സമർപ്പിക്കുന്നതിന് കോടതി അനുകൂല ഉത്തരവ് പുറപ്പെടുവിച്ചു. അമേരിക്കൻ പൗരനായ തനിക്ക് ഇന്ത്യൻ നിയമങ്ങൾ ബാധകമല്ലെന്ന് വാദിച്ചുകൊണ്ട് ശ്രീധർ ഫയൽ ചെയ്ത സ്പെഷ്യൽ ലീവ് ഹർജി തള്ളിക്കൊണ്ട് 2012-ൽ സുകന്യയ്ക്ക് കോടതി വിവാഹമോചനം അനുവദിച്ചു. ഒത്തുപോകൽ കഴിയുന്നില്ലെങ്കിൽ അവർ അവരുടെ വഴിയെ പോകുന്നതാണ് നല്ലത്. പരസ്പര ധാരണയുണ്ടെങ്കിൽ അതുവഴി പുറത്തിറങ്ങാം. ഇല്ലെങ്കിൽ കഠിനമേറിയ വഴി തിരഞ്ഞെടുക്കാം. അതിൽ തെറ്റില്ല എന്നാണ് വിവാഹബന്ധത്തെക്കുറിച്ച് സുകന്യ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.